ഒരു ഡീസൽ വണ്ടി എങ്ങനെയാണ് നോക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ അംബാസിഡർ കാണിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലാൽജി, ബോഡി ഷേപ്പ് ഒക്കെ എങ്ങനെ വണ്ടിയുടെ? അല്ല, അംബാസിഡർ ഇത് വന്ന് ബ്ലാക്ക് വണ്ടി പൊതുവെ ബ്ലാക്ക് അടിക്കണമെങ്കിൽ തന്നെ ബോഡി ഷേപ്പില്ലാത്ത വണ്ടി ഒക്കത്തില്ല. അത് ഞാൻ ഇതുപോലെ കമന്റിൽ കണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ബോഡി ഷേപ്പ് ഇല്ലാത്ത വണ്ടിക്ക് പാടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് വന്ന് ബ്ലാക്ക് എന്ന് വെച്ചാൽ എവിടെ ഇരുന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പോയിന്റ് ഇരുന്നാലും നമുക്ക് ദൂരത്തിലിരുന്ന് അത് വലുതായിട്ട് എടുത്ത് കാണിക്കും. അതുകൊണ്ട് അത് വന്ന് നല്ല ഷേപ്പിൽ പണിഞ്ഞ് പെയിന്റ് അടിച്ചെങ്കിലും അത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പം നമ്മളെ വണ്ടി ബോഡി ഷേപ്പ് ഉണ്ട്. എൻ്റെ വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊരാൾ പണി തന്നെ നമ്മളെ വണ്ടിയുടെ ഡോറിൻ്റെ ഭാഗം ഒന്ന് തന്നെ അത് തന്നെ ആ ഓമിനെ തന്നെ നോക്കിയാൽ അറിയാക്കും. അത് തന്നെ അവിടെ ആ ഫ്രണ്ട് കണ്ടോ? ആ ഫ്രണ്ട് ചെറിയ ആ നമ്പർ എടുക്കില്ല, ഒരു ചെറിയൊരു ചളുക്കുണ്ട്. അത് കണ്ടോ? അത് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലൂ ആയതുകൊണ്ട് ഇത് വൈറ്റ് ആണെങ്കിൽ അത് എടുത്ത് കാണിക്കത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ സൈഡിൽ ഡീസൽ വണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? എഞ്ചിൻ ഇത് വന്ന് സൈഡ് ക്യാം വണ്ടിയിൽ വന്ന് സൈഡ് ക്യാം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെന്ന് വെച്ചാൽ എഞ്ചിൻ പല തരമുണ്ട്. വി എഞ്ചിനുണ്ട്, പിന്നെ ഓവർ ക്യാം ഷാഫ്റ്റ് എഞ്ചിനുണ്ട്, പിന്നെ സൈഡ് ക്യാം ഉണ്ട്. ഇതിൽ വന്ന് 3 സിലിണ്ടർ ഉണ്ട്, 2 സിലിണ്ടർ ഉണ്ട്, സിംഗിൾ സിലിണ്ടർ ഉണ്ട്, 4 സിലിണ്ടർ ഉണ്ട്. 4 സിലിണ്ടർ അല്ലേ ഇത്? 4 സിലിണ്ടർ. പിന്നെ 6 സിലിണ്ടർ ഉണ്ട്, 5 സിലിണ്ടർ വണ്ടി ഉണ്ട്. ഞാൻ ഗൾഫിൽ നിന്നിട്ടുള്ള ഈ മാരുതി വന്ന് 3 സിലിണ്ടർ. ഇതെല്ലാം 5 സിലിണ്ടർ 1500 cc. ഇത് വന്ന് 4 സിലിണ്ടർ 1500 cc വരുന്നത്. 1500 cc വരുന്ന 4 സിലിണ്ടർ ഉണ്ട്. പിന്നെ 2000 പോട്ടുള്ള 6 സിലിണ്ടർ എല്ലാ ടൈപ്പ് എഞ്ചിനും ഉണ്ട്. പെട്രോളിലും ഉണ്ട്, ഡീസലിലും ഉണ്ട്. ഇത് വന്ന് നമുക്ക് വന്ന് അംബാസഡറിന് വന്ന് പിന്നെ സൈഡ് ക്യാമാണ് എന്ന് വെച്ചാൽ വന്ന് ഇതിൻ്റെ ക്യാം വീലെന്ന് വെച്ചാൽ സൈഡിലാണ് വരുന്നത്. ഇതിന് നമ്മൾ വ്യത്യാസം നോക്കേണ്ടത് ഓയിൽ സ്റ്റിക്ക് വഴിയല്ല, ഈ വാൽവ് ഡോർ തുറക്കുമ്പോൾ ഇതുവഴി ഓയിൽ അടിക്കുന്നുണ്ടെന്നാണ് നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റീകംപ്രഷൻ ആവുന്ന വണ്ടി. ഇതിപ്പോൾ നമ്മുടെ ഇതിനകത്ത് പഴയതുപോലെ പണ്ടത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും ഇല്ലല്ല, കറക്റ്റ് ഇതാ. ഇവിടെ ഒരു ചെറിയ പെയിന്റ് പോയിട്ടുണ്ട്, ഇവിടെ പേസ്റ്റിംഗ് ഇല്ല. പേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഇത് കാണിക്കത്തില്ല. ഏതാ ഈ തകടാണിത്. ഇതാ ഒരു പെയിന്റിന്റെ മാത്രം ഒരു ഇത് പോയിട്ടുള്ളൂ. കണ്ടില്ലേ? നമ്മുടെ മറ്റുള്ള ഇപ്പോഴുള്ള പുതിയ വണ്ടികളിലുള്ള പഞ്ചിങ്ങും പേസ്റ്റിങ്ങും വരുന്നില്ലല്ലേ ഇതിനകത്ത്? പഞ്ചിങ്ങും പേസ്റ്റിങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനാലിറ്റി ഇതേണേക്കാ. അത് ഇവിടെ പേസ്റ്റ് വെക്കത്തില്ല. സാധാരണ പണ്ടത്തെ വണ്ടിയൊക്കെ ഇവിടെ ഒന്നും പേസ്റ്റ് വെക്കത്തില്ല. ഇവിടെ പേസ്റ്റ് ഇല്ല, കണ്ടോ? ഇത് പഞ്ച് സ്പോട്ടിംഗ് ആണ്. ഇതിന്റെ ഏപ്രോൺ ഇതല്ലേ? അതെ. അത് വലിയ ഏപ്രോൺ ആണല്ലേ? അതെ. ഇത് ഇപ്പോഴത്തെ വണ്ടി ഇതുമായിട്ട് കമ്പയർ ചെയ്യാക്കത്തില്ല. ഇത് തങ്കമല്ലേ? നമ്മുടെ ഇന്ത്യയിലെ സസ്പെൻഷന് വേണ്ടി ഇന്ത്യൻ റോഡില് പിന്നെ ഇംഗ്ലണ്ടുകാർ വരെ സമ്മതിച്ചു തന്നിരിക്കുകയാണ് അംബാസിഡർക്കാരന്. എന്താ വെച്ചാൽ ഇന്ത്യൻ റോഡിന് പറ്റിയ വണ്ടി അംബാസിഡർ തന്നെ. ഇപ്പോഴല്ലേ റോഡെല്ലാം വന്ന് കുഴികളൊക്കെ നികത്തി ഇപ്പം നല്ല റോഡായി. ഇപ്പോഴത്തെ റോഡുകൾ ബൈപ്പാസ് അതിപ്പോ പണിയിറക്കുന്നോണ്ടല്ലേ. പണ്ടെന്ന് വെച്ചാൽ എന്തോ BMW ബെൻസി പോണ സുഖം തന്നെ. അതെ. പണ്ടെന്ന് വെച്ചാൽ പിന്നെ ചെമ്മൺ റോഡും കുണ്ടും കുഴിയ റോഡും മലയിലും എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്ന ഒരാളല്ലേ ഇത്. ഇതിൽ വന്ന് ഇസൂസ് എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സ്ട്രൈഡ് എഞ്ചിനാണ്. സ്ട്രൈഡ് എഞ്ചിനാണ് വരുന്നത് വണ്ടി. പിന്നെ ഇപ്പൊ ഇസൂസും മെറ്റഡോർ പോലെ പറയുന്ന പോലെ ഭയങ്കര വലിയ പിക്കപ്പ് ഇല്ല. നമ്മൾ ആൾട്രേഷൻ ചെയ്ത് ഇതിന് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ അല്ലല്ലോ മെറ്റഡോർ എഞ്ചിൻ. നമ്മുടെ ഈ പറയുന്ന സ്ട്രൈഡ് എഞ്ചിനും പിന്നെ ഇത് HM+ വന്നിട്ടുണ്ട്, പിന്നെ സ്ലൈഡ് എഞ്ചിൻ വന്നിട്ടുണ്ട്, BMC വന്നിട്ടുണ്ട്, പിന്നെ ഇസൂസ് വന്നിട്ടുണ്ട്. മെറ്റഡോർ വേറെ വണ്ടിയുടെ അതർ വണ്ടിയുടെ നമ്മൾ എഞ്ചിൻ ആൾട്രേഷൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ. ഇത് പിന്നെ നമുക്ക് വേറൊന്നുമല്ല, ഇത് റണ്ണിങ്ങിൽ നമുക്ക് സ്മൂത്തായിട്ട്. ഇത് 5 ഗിയർ വണ്ടിയാണ്. ഇത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് 5th ഗിയറിലൊക്കെ ഒരു 70ക്ക് മേളിലോട്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടല്ലേ നമ്മുടെ ഈ ഫ്യൂൽ പിന്നെ കിലോമീറ്റർ ഗേജിൻ്റെ അവിടെ 70+ 5th ഗിയർ മാറ്റാവുമെന്ന് എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും നമ്മൾ ആ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ സാധാരണ ആരും മാറ്റാറില്ല. കാര്യം നോക്കാറില്ല, സ്പീഡോമീറ്റർ ശ്രദ്ധിച്ച് ആരും നോക്കത്തില്ല. ശരിക്കും അങ്ങനെയല്ല, അങ്ങനെ മാറ്റണ്ടേ. വണ്ടിയുടെ ഒരു സ്പീഡ് അനുസരിച്ച് നമ്മൾ തട്ടിവിട്ട് പോകുന്നു. അതായത് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവൻ തന്നെ നമ്മുടെ നിബിൻ ക്യാമറാമാൻ തന്നെ, അവനാണെന്നുണ്ടെങ്കിൽ വണ്ടി അത് കയറിയിരുന്ന ആദ്യം 5 ഗിയർ അങ്ങ് ഇടും. അതേപോലെ ഇത് ഒരിക്കലും ഇടാൻ പാടില്ലല്ലോ. അല്ല, 5 ഗിയറുള്ള വണ്ടി വന്ന് 60ക്ക് മേളിലെങ്കിൽ കയറിയിട്ട് ഇടാവും. 5th ഗിയർ ഇടാവും. അത് ഇപ്പോഴത്തെ പുതിയ വണ്ടിയാണെങ്കിൽ അത് പുതിയതായാലും പഴയതായാലും പലരും 40-45 കിലോമീറ്റർ സ്പീഡിൽ ഇടുമ്പം അത് ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എഞ്ചിൻ ഷോറിങ് കൂടും, വൈബ്രേറ്റിംഗ് കൂടിയിട്ട് ആ എഞ്ചിൻ മൗണ്ടിങ് പോകും, ഗിയർ ബോക്സ് മൗണ്ടിങ് പോകും, ഗിയർ ബോക്സിന്റെ തേയ്മാനം കൂടും, എഞ്ചിൻ്റെ പിന്നെ ബെയറിങ്ങിൻ്റെ പിടുത്തം കൂടുമ്പോൾ അതിന് തേയ്മാനം കൂടും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം വേറൊന്ന് ശ്രദ്ധിക്കുക, വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു ചടങ്ങ് പോലെ 5 ഗിയർ മാറ്റാമെന്ന് ധരിക്കുന്നത്. ഓരോ വണ്ടിയുടെ എഞ്ചിൻ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കണം ഗിയറുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മളെപ്പെട്ട ഒരുവിധപ്പെട്ടുള്ള ചെറുപ്പക്കാരും ശ്രദ്ധിക്കാത്തവർ, അവർക്കൊരു ചടങ്ങാണ് കയറി കഴിഞ്ഞാൽ 5 ഗിയർ ഇടുക എന്നുള്ളത്. അതെ. 5 ഗിയർ പെട്ടെന്ന് ഇടുന്നവനാണ് ഭയങ്കര വലിയ ഡ്രൈവർ എന്നാണ് പറയുന്നത്. അതാണ്
അല്ലേ? അങ്ങനെ ഒരു അങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ നമ്മുടെ വണ്ടി ഈ പറയുന്ന പോലെ ഗിയർ പോലും മാറ്റാതെ ടേണിയൊക്കെ തിരിഞ്ഞ് കണ്ടാ എന്നിട്ട് ഞാൻ പറയട്ടില്ലേ, ഇവൻ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി സ്ലോ ഡൗൺ ആകുമ്പോൾ വളവ് വളയുമ്പോഴത്തേക്ക് തേർഡിൽ ഇവൻ വളഞ്ഞു. അപ്പോഴത്തേക്ക് വണ്ടി പോകുമ്പോൾ ഞാൻ പറയും എൻ്റെ വണ്ടി പണിയാവും, നീ അതുകൊണ്ട് സെക്കൻഡ് പിടിച്ചിട്ട്. ഇപ്പൊ നീ കേട്ടല്ലേ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഇനി ഓടിച്ചോളാം. എൻ്റെ കാല് വയ്യാത്തോണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ തൊടിക്കത്തില്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഇതൊക്കെ കൊടുക്കാം. അതെ അതെ അതെ. അല്ലെങ്കിൽ ഇപ്പം സ്നാക്സ് ഒക്കെ ഭയങ്കര അവൈലബിളാണ്. ഇപ്പം പണ്ടുള്ളവർക്ക് മാത്രമേ ഇപ്പം ഇതിൻ്റെയൊക്കെ ഗിയർ ബോക്സ് പിരിത്ത് അസംബിൾ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പം അറിയാത്തവർ തന്നെ ഇപ്പോൾ ഇതൊന്നും പിരിത്ത് അസംബിൾ ചെയ്യുന്നില്ല, എഞ്ചിൻ പണിയുന്നില്ല, എല്ലാ സെക്കൻഡ്സും മാറ്റി 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 വായിച്ചാൽ കയറ്റുവാണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പം വരുന്ന പിള്ളേർക്ക് ഒന്നും തന്നെ അറിയത്തില്ല. ഇപ്പം തന്നെ മാരുതി എടുത്ത് നോക്കിയാലും എന്തോ, മാരുതിയുടെ എഞ്ചിൻ ഹെഡ് പണിയാൻ വന്ന ആ എഞ്ചിൻ പണിയാന്ന് പറഞ്ഞ് സെറ്റോടൊക്കെ എടുത്ത് മാറ്റുമോ, എന്തോ സെക്കൻഡ് ഹാൻഡ് അവിടെ കിട്ടും, വാങ്ങിച്ചങ്ങ് വെക്കുമോ. അതെല്ലാം പിരുത്ത് കണ്ടെങ്കിലല്ല ഈ തലമുറയൊക്കെ പഠിക്കാൻ വെക്കുക. അങ്ങനെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്നവരും ഇല്ല. എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുക, വൈകുന്നേരം ആകുമ്പോൾ ശമ്പളം വാങ്ങിക്കുക, പോവുക. ഓക്കെ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലാൽജി, അതായത് ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഉണ്ടല്ലോ എല്ലായിടത്തും നമുക്ക്, ഇപ്പം നമ്മളവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സജു മേശ്ശേരി എന്ന് പറഞ്ഞൊരു മേശ്ശേരി ഉണ്ട്. പുള്ളിക്കാരൻ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് പുള്ളി നമുക്ക് എല്ലാ സർവീസിനും കാര്യത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ ഒരു വണ്ടിയിൽ സാധാരണ ഇപ്പോൾ പുതിയ ന്യൂജൻ ഈ പറയുന്നത് പോലെ പുതിയ വണ്ടികൾ പണിയുന്ന സ്ഥലത്തൊന്നും ഇതിൻ്റെ പണി ആർക്കും അറിഞ്ഞൂടെ. ഇത് അത്രയും കോംപ്ലിക്കേഷൻ ആണോ ഇതിൻ്റെ പണി? ഇതിൻ്റെ പണി എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ഇല്ല. ആർക്കായാലും ശരി, അറിയാൻ പറ്റാത്തത് മൊത്തം കോംപ്ലിക്കേഷൻ. അറിയാവുന്നവർക്ക് ആർക്കും ഒരു കോംപ്ലിക്കേഷൻ. അല്ല, നമ്മുടെ ഇപ്പം മറ്റുള്ള എഞ്ചിനുമായിട്ട് ഇപ്പോൾ പുതിയ വണ്ടികളുടെ ഇപ്പോൾ മാരുതി, അതേപോലെ തന്നെ വേറെയുള്ള മാരുതിയുടെയൊക്കെ ഡീസൽ വണ്ടികളൊക്കെ ഉണ്ടല്ലോ പഴയത്, അതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ എഞ്ചിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് പണിയുന്നതാണ് എളുപ്പം, അത് പണിയുന്നതാണ് എളുപ്പം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാം ഒരേ കണക്കാണ്. ഇത് ടൈമിംഗ് ചെയിനാണ് വരുന്നത്. മറ്റേ ഷിഫ്റ്റിനും ടൈമിംഗ് ചെയിനാണ് വരുന്നത്. പെട്രോളിൽ മാത്രമേ ഉള്ളൂ ബെൽറ്റ് വരുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഇതിനെക്കാട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് മാറ്റി തീർക്കാന്നുള്ള ഒരു ഇതുള്ളൂ. ഇപ്പോൾ ഒരു ഇത് കണ്ടിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമോ? സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് വണ്ടി എങ്ങനെ കണ്ടീഷൻ ഉണ്ടെന്നൊന്ന് ലാൽജി ഒന്ന് പറയാമോ? ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ, ഇപ്പോൾ എഞ്ചിൻ സൈഡ് ഭാഗമൊക്കെ കണ്ടിട്ട് എന്താണ്, എന്തായാലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ആകെ കിട്ടിയ ഒരു പണിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അതാണ്ട് ഈ ഡോറ്, അത് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാലേ പറ്റൂ. നമ്മുടെ ഒരാൾക്ക് കൊടുത്തതാണ്. അപ്പോൾ പുള്ളിക്കാർ കുറച്ച് ഇത് കാണിച്ചതാണ്, കുറച്ച് എക്സ്പീരിയൻസ് കൂടുതൽ കാണിച്ചത്. അപ്പോൾ വണ്ടി കയ്യിൽ നിന്നില്ല. അപ്പോൾ ഈ ഡോറ് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരു ചളുക്കുണ്ട് ഈ ഡോർ. ഇപ്പോൾ നമ്മുടെ കണ്ണിന് കാണത്തില്ല, കുറച്ച് ദൂരോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ, അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പിലൊരു വ്യത്യാസമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ? ഇവിടെ നിന്നായിട്ട് കാണാം, ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റും. അപ്പം താക്കോലും കേട്ടു, ഡ്രൈവർ താക്കോൽ എടുക്കൂ. രാവിലെ വണ്ടി എത്ര പ്രാവശ്യമൊക്കെ ഹീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും? അല്ല, ഹീറ്റർ പ്ലഗ് എല്ലാം നല്ലതാണെങ്കിൽ ഒരു തവണ തന്നെ ഹീറ്റ് ചെയ്ത് തന്നെ എടുക്കും. ഏതെങ്കിലും ഒരെണ്ണം വീക്ക് ആണെങ്കിൽ മാത്രം 2-3 പ്രാവശ്യം തവണ ഹീറ്റ് ചെയ്താൽ മതി. അത് എഞ്ചിൻ വെയിലടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉണ്ട്. എഞ്ചിൻ വെയിലടിച്ചെന്നല്ല, എഞ്ചിൻ പഴുത്ത് കിടന്നാലും ശരി തന്നെ. ഹീറ്റർ പ്ലഗ് എന്ന് വെച്ചാൽ ഡീസലിൽ ഫയറിങ് ചെയ്യാൻ വേണ്ടി അത് ഹീറ്റർ പ്ലഗ് എന്ന് പറയുന്ന 4 പ്ലഗ് ഉണ്ട്. അത് നല്ല രീതിയിൽ അത് 100 ഡിഗ്രിയിൽ അത് പഴുക്കും. അതിനകത്തോട്ട് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചക്ടറിലിരുന്ന് ഡീസൽ പോയി അത് പെട്ടെന്ന് ഫയറിങ് ആകാൻ വേണ്ടിയാണ് ആ ഹീറ്റർ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹീറ്റർ പ്ലഗ് ഇല്ലാത്ത വണ്ടികളുണ്ട്. ജീപ്പിനൊന്നും ഹീറ്റർ പ്ലഗ് ഇല്ല. അത് പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ വണ്ടിയൊക്കെ ഹീറ്റർ പ്ലഗ് ഇല്ല, വേണമെന്നില്ല. പല വണ്ടിയൊക്കെ ഹീറ്റർ പ്ലഗ് ഇല്ലാത്ത വണ്ടികളാണ്. ഇപ്പോൾ ലോറി, ബസ്, ഇതിനൊന്നും ഹീറ്റർ പ്ലഗ് ഇല്ല. അത് ഡയറക്റ്റ് സ്റ്റോക്കിംഗ് ആണ്. അതെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഡീസലിന് ഫയർ ചെയ്യാനുള്ളതാണ്. ഇതിന് വേണ്ടിയാണ് ഈ 4 പ്ലഗ് കൊടുത്തിരിക്കുന്നത്. അതെ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. പുകയൊന്നുമില്ല. ഇതിൽ ചെറിയൊരു കേറിയറൊക്കെ ഉണ്ട്. അത് പമ്പിൻ്റെ വേരിയേഷൻ. ഓക്കെ, എന്നാൽ ഒന്ന് ഓഫ് ചെയ്തോ ലാൽജി, അങ്ങനെയാണ് നമുക്ക് പറയാം. വണ്ടി ചെറിയതായിട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഓഫ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ എന്തോ ലാൽജി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ മനസ്സിലായി? സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ചെറിയൊരു വേരിയേഷൻ. അല്ല, പമ്പ് ഇപ്പം പണിഞ്ഞായിരുന്നു, നോബൊക്കെ മാറ്റിയായിരുന്നു പമ്പിൻ്റെ ആ സീൽ. അത് ഇപ്പോൾ 4 ഇതിപ്പോൾ ഇത് റോട്ടർ പമ്പാണ്. അതിൻ്റെ കിറ്റ് കംപ്ലൈൻറ്റ് അതിൻ്റെ ബ്ലേഡ് കംപ്ലൈൻറ്റ് വന്നാൽ, കിറ്റ് കംപ്ലൈൻറ്റ് വന്നാൽ ഇതിനൊക്കെ ചെറുതായിട്ട് വൈബ്രേഷനും ഒരു കേറിയറൊക്കെ വരും. അതെ, അല്ല വേറെ ഉള്ള പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാൽജി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 100-ൽ എത്ര ഒരു ശതമാനം പറഞ്ഞു കാണുമെന്നാലും എങ്കിലും ഒരു 75-80% പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ നമ്മുടെ ആയുധം അല്ലേ? അതെ, എക്സ്പീരിയൻസ് ആണ് എല്ലാത്തിലും.
ആയുധം ഏത് മേഖല എടുത്ത് നോക്കിയാലും. ഓക്കെ, അപ്പോൾ ലാൽജിയുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞുകൂടെ എവിടെയാണ്? നമ്മളെ വർക്ക്ഷോപ്പ് വന്ന് മൂന്നാംകറ്റിയിൽ നിന്ന് തെങ്ങേത്ത് മുക്കെന്ന് പറയും. അത് മൂന്നാംകറ്റിയിൽ നിന്ന് ആട്ടോ സ്റ്റാൻഡ് അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്ന വഴിക്ക് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ? ഇല്ല 1 കിലോമീറ്ററിൽ ഒരു 1000 മീറ്റർ 1000 മീറ്റർ വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ സർവീസാണ് ഉള്ളത് മെയിനായിട്ട്? ഇവിടെ വന്ന് സർവീസ് എന്ന് വെച്ചാൽ ഇവിടെ പെയിന്റിംഗ് വർക്കുണ്ട്, പാച്ച് വർക്കിംഗ് ഉണ്ട്, പിന്നെ വന്ന് AC വർക്കുണ്ട്. എല്ലാ വണ്ടിയുടെ ഓൾറെഡി വണ്ടിയുടെ കംപ്ലീറ്റ് വണ്ടിയുടെ എഞ്ചിൻ വർക്കുണ്ട്, മെക്കാനിക് വർക്ക് എല്ലാം നമുക്ക് ഒരു കൊടക്കേഴി തന്നെ കിട്ടും. അതെ ഞാൻ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. സൗദിയിൽ ഞാൻ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വണ്ടിയുടെ മെക്കാനിക്കും ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറാമിക് PPF കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. നമുക്കത് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാൽജിയുടെ നമ്പർ എന്ന് പറഞ്ഞു. ലാൽജി നമ്പർ 9846 23 97 89. അതെ, ഒന്നുകൂടെ എന്ന് പറഞ്ഞു. 9846 23 97 89. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലാൽജി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള തിരക്കിനനുസരിച്ചുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാം. എന്നാലും വണ്ടിയൊക്കെ ഇവിടെ കൊല്ലത്ത് യൂസ്ഡ് കാർക്ക് എടുക്കാൻ വരുന്നവർക്കൊന്ന് നോക്കാൻ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. പലരും വന്ന് വിളിച്ചു പോകും. നമ്മുടെ ആർക്കെങ്കിലും ഇപ്പോൾ ലേലത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വണ്ടി മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ലാൽജിയെ വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ലാൽജിയുടെ വർക്ക്ഷോപ്പിൽ അത്യാവശ്യം ഈ പറയുന്നത് പോലെ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് വണ്ടികൾ തന്നെ ഒരു 10-20 വണ്ടികൾ ഇട്ട് പണിയാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാൽജിയെ വിളിക്കാം. അപ്പോൾ ലാൽജി ഇത്രയും നല്ലൊരു അറിവ് നമുക്ക് പകർന്നു തന്നതിന് നന്ദി. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്തുള്ള വീഡിയോകളിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ടെക്നീഷ്യന്മാരുമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ വിജയം. ഈ കാലൊക്കെ വയ്യാതെ കഷ്ടപ്പെട്ടെടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവർക്കും ഈ പറയുന്നത് പോലെ നല്ലൊരു അറിവ് നൽകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ലാൽജി ഒരു ബൈ പറഞ്ഞു. ബൈ.